ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പക്ഷേ ചില അസുഖകരമായ കാര്യങ്ങൾ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അൺപോപ്പുലർ ഒപ്പീനിയൻ എനിക്ക് ഉണ്ടെങ്കിൽ പോലും ആ വീഡിയോയിൽ കാണുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് പ്രവീൺ പ്രണവ് അവരുടെ ബ്ലോഗിൽ സംഭവിച്ച ചില കാര്യങ്ങളും അതേ തുടർന്ന് അവര് പുറത്തുവിട്ടിരിക്കുന്ന അൺമാസ്കിംഗ് വീഡിയോയെ കുറിച്ചാണ്. ആ വീഡിയോയിലെ രംഗങ്ങൾ അങ്ങേറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ല ഈ വീഡിയോ കാണുന്നത് വരെ. ഇതുവരെയും ഞാനത് വിചാരിച്ചിരുന്ന ഒരു ഫാമിലി അഫെയർ മാത്രമാണ്, ഒരു പേഴ്സണൽ അഫെയർ ആയിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നത് ഗോപ്രോ റിയാക്ട്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ഞാൻ ഇടയ്ക്ക് നിന്ന് നോക്കുന്ന ഒരു ചാനലാണ്, ഇടയ്ക്കെന്നല്ല മിക്കപ്പോഴും നോക്കുന്ന ഒരു ചാനലാണ് ഗോപ്രോ റിയാക്ട്സ്. വിഷയങ്ങളിലൊക്കെ കാര്യമാത്ര പ്രസക്തമായിട്ട് സംസാരിക്കുന്ന, സഭ്യമായ നല്ല ഭാഷയിൽ സംസാരിക്കുന്ന ഒരു റിയാക്ഷൻ വ്ളോഗർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വീഡിയോ കാണാറ്. അതുപോലെ ഒന്ന് രണ്ട് വ്ളോഗേഴ്സ് ഉണ്ട് അങ്ങനെ ഞാൻ കാണുന്നത്. അല്ലാത്തവരുടെ വ്ളോഗ് കാണുന്നില്ല എന്നതിന്റെ അർത്ഥം അവരുടെ ചാനലിൽ പോകാറുണ്ട്, ടോപ്പിക്സ് ഏതാണ് എടുത്ത് നോക്കാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ടോപ്പിക്കുകൾ അവർ സംസാരിക്കുന്നുണ്ട്, അത് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ടോപ്പിക്കാണെന്ന്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന ടോപ്പിക്കാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് പതിവ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ട ഒരു വിഷയമായിരുന്നു ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ഭുതപ്പെടുകയും ചെയ്തായിരുന്നു ഈ ഗോപ്രോ റിയാക്ട്സ് എന്തിനാണ് ഈ വിഷയം എടുത്ത് റിയാക്ട് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ. പിന്നീട് മനസ്സിലായത് അദ്ദേഹം അതിന്റെ ആ ഒരു ഫാമിലി വ്ളോഗിന്റെ ഒരു ഫോളോവറാണ്, അത് കാണുന്നയാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വരുന്ന ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചില അബ്നോർമാലിറ്റീസ് ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നും. പ്രത്യേകിച്ച് അത് ഫോളോ ചെയ്യുന്ന മറ്റു ആളുകൾക്കും ഇതേ ചോദ്യമുള്ളപ്പോൾ ആദ്യമായിട്ട് ഞാൻ കണ്ടൊരു സംഭവം, ഇവർ ഹോസ്പിറ്റലിൽ തനിയെ പോകുന്നു, അവിടെ സഹായിക്കാൻ ആരുമില്ല, അച്ഛൻ എവിടെ അമ്മയുടെ ടൂർ പോകുമ്പോഴൊക്കെ കൂടെ വരുന്ന ആൾക്കാരുള്ള അവരെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നൊക്കെ രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു. ഞാൻ പകുതി വരെ കണ്ടിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നീട് ഇവര് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അഡ്രസ് ഇല്ല എന്ന രീതിയിലുള്ള ഒരു വ്ളോഗ് പുറത്തു വരുന്നു. അതിനെ തുടർന്ന് ഇവരുടെ ഫാമിലി പ്രതികരിക്കുന്നതോടെ ആളുകളൊക്കെ തീർച്ചയായിട്ടും മറ്റേ വശത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ഈ അൺമാസ്കിംഗ് വീഡിയോ പുറത്തു വരുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ഞാൻ റിയാക്ഷൻ എടുക്കാനുള്ള കാര്യം, അതിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വയലൻസ്, അത് വളരെ സോഷ്യലി റെലവെന്റ് ആയ ഒരു വിഷയമാണ്, അതൊരു സോഷ്യൽ ഈവിളാണ്, അത് പ്രതികരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. പിന്നെ എന്തിനു വിളിക്കണം അവള്? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല, നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല, നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചോ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യം. ഇതിന് തൊട്ടു മുന്നുള്ള വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഇവരൊന്ന് ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇവന് വീടില്ല, അഡ്രസ്സില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് ഇവർ കരഞ്ഞും പിഴിഞ്ഞൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഡ്രാമയായി മാറിയെന്ന് ആളുകൾക്ക് മനസ്സിലായത് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതോടെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ആളുകൾ പലരും വിചാരിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വ്ളോഗർമാര്, ഫാമിലി വ്ളോഗർ കാണിക്കുന്നതാണ് അവരുടെ ജീവിതം. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ലെസൺ, ഒരു പാഠം കൂടിയാണ് ഈ ഒരു കാര്യം. വളരെ സന്തുഷ്ടമായിട്ട് ജീവിക്കുന്നു എന്ന് കണ്ട ഫാമിലിയിലെ ഒരമ്മ സംസാരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോ ഇതിനുശേഷം പിന്നീട് വരുന്നത് ഈ പെൺകുട്ടി നേരിട്ട ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എൻ്റെ മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ. ഒരുവനുണ്ടാക്കിയിട്ടതല്ല, നാടുമില്ലെങ്കിൽ നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനായതിനെല്ലാ പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു, എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറെ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞവർ രണ്ടടിയാണ്. നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണി ആയിരുന്നപ്പോൾ ആരൊക്കെ അടിച്ചത് പറ. എന്റെ വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗമല്ല ഇത്. പക്ഷെ ഇത് പ്ലേ ചെയ്ത് അതിന്റെ ഒരു സിവിയറിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ആ പെൺകുട്ടി നേരിട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം, അതിപ്പോ IPC ആയിക്കോട്ടെ BNS ആയിക്കോട്ടെ, അതനുസരിച്ചിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ആ പെൺകുട്ടി നേരിട്ടിരിക്കുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്. പ്രത്യേകിച്ച് അതിന്റെ ക്ലോസിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്, അവർക്കെതിരെയുള്ള ഫിസിക്കൽ, അവർക്കെതിരെയുള്ള ശാരീരിക ഉപദ്രവങ്ങളൊക്കെ ഈ കേസിന് കീഴിൽ വരുന്നതാണ്. നിയമപരമായിട്ട് നേരിടേണ്ട ഒരു കാര്യമാണ്. വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ പോലീസിനും സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകാം. ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം. അവർക്ക് ഈ ഒരു വിഷയത്തിനെതിരെ കേസെടുക്കേണ്ടി വരും. ആ കുട്ടി ഇതിൽ നീതി അർഹിക്കുന്നു. വേറെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവരിപ്പോ ഈ പെൺകുട്ടി വീട്ടിൽ വന്നതിന് ശേഷം അവിടെ ഫ്രിക്ഷൻ ഉണ്ടായെന്ന് പറയുന്നു, അതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഈ പെൺകുട്ടി, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ഗർഭാവസ്ഥയിൽ നേരിട്ടിട്ടുള്ള ശാരീരിക മാനസിക ഉപദ്രവങ്ങൾക്ക് നിയമപരമായ നടപടി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക, 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ട് പറയുന്നത്. ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഇതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ഒരു സാധാരണ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിനൊക്കെ ഒരു ചിന്താഗതിയാണ്, അത് പണ്ട് തുടങ്ങിയുള്ള ഒരു ചിന്താഗതിയാണ്. വീട്ടിലെ ഏറ്റവും ഇളയ സന്തതിയാണ് തങ്ങളെ നോക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ തറവാടിന്റെയൊക്കെ വലിയ തറവാടുകളൊക്കെ ആണെങ്കിൽ 4-5 മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യം, ആദ്യം കല്യാണം കഴിക്കുന്നവര് ഭാഗം വാങ്ങി മാറി താമസിക്കും, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും വാടകയ്ക്കോ മറ്റേതിന് സാഹചര്യത്തിലോട്ടൊക്കെ മാറി താമസിക്കും. അങ്ങനെ വേണമെന്നാണ് ആൾക്കാരുടെ ചിന്താഗതി. ഞാനും ഒരു വീട്ടിലെ മൂത്ത പുത്രനായതുകൊണ്ട് പറയുന്നതാണ്, ഞാനും ഇതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴി കുഞ്ഞുങ്ങളെ കൊത്തിത്തെറിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഈ ഇരയെ കിട്ടുകൊടുക്കും. പിന്നീട് അത്യാവശ്യം ഇതിനെ ചികിത്സിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അമ്മക്കോഴി തന്നെ ഈ കുഞ്ഞിനെ കൊത്തി മാറ്റും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കുത്തിപ്പറിച്ചിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു ചിന്താഗതി ഈ അമ്മക്കോഴിക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് പലപ്പോഴും പറയുന്നത്, മൂത്ത കുട്ടികളുടെ കാര്യം പറയും, വേടാ ഈ അമ്മക്കോഴി കുഞ്ഞിനെ കൊത്തി മാറ്റുന്ന പോലെ മാതാപിതാക്കൾ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുക, അത് വരുന്നതിന് മുൻപ് നിങ്ങൾ മാറി താമസിക്കണം എന്ന രീതിയിലാണ് മൂത്ത പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത്. അത് എനിക്കും കിട്ടിയിട്ടുള്ള ഉപദേശമാണ്. അപ്പൊ അവരുടെ ചിന്താഗതി ഇതാണ്, ജീവിതകാലം പിന്നെ അങ്ങോട്ട് നോക്കാൻ പോകുന്ന ഇളയ മക്കളാണെന്നാണ്. അത് ഇനിയെങ്കിലും മാറേണ്ട ഒരു ചിന്താഗതിയാണ്. മൂത്ത പുത്രനായാലും ഇളയ പുത്രനായാലും പുത്രി ആയാലും ആരാണ് എന്നാണ് നിങ്ങളെ നോക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്ന കാലഘട്ടത്തിലേ മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രീനോഷൻസ് മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ ബിഹേവ് ചെയ്യുന്നത്, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് മക്കളെക്കാൾ കൂടുതൽ കെട്ടിവരുന്ന മരുമക്കളാണ്. ആ പെണ്ണ് കയറി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുള്ളത്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു നോഷൻ മാതാപിതാക്കൾ മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം, കല്യാണം കഴിക്കുന്ന മക്കളോട് പറയുന്നത്, ഒറ്റ മോനായാലും ശരി, 2 മക്കളായാലും ശരി, മൂത്തവരായാലും ശരി, ഇളയവരായാലും ശരി, നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് 2 പേർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു വീട്ടിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അത് പുതിയ വീടാകണമെന്നില്ല, വാടക വീടായിരിക്കാം, അല്ലെങ്കിൽ പണയത്തിനടുത്ത വീട് എന്തുമായിരിക്കാം, അങ്ങോട്ട് മാറുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ച് പിന്നീട് ഇവർ പറയുന്ന ഭാഗത്ത് സംസാരിക്കാം. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ, അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അവൻ എൻ്റെ ജനറേഷൻ അല്ല, എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ്. പെണ്ണ് പറയുന്ന കേൾക്കരുത്, ഞാൻ അവർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അടിമ. അഗെയിൻ വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. മൂത്തമകൻ കല്യാണം കഴിച്ച് വരുമ്പോഴാണ് പ്രധാനമായിട്ടും കേൾക്കുന്നത്. കാരണം മൂത്തമകനായിരിക്കും ചിലപ്പോൾ ആ വീട്ടിലെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളായിരിക്കും ചിലപ്പോൾ വീടിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ അനിയൻ ചിലപ്പോൾ സെറ്റിലായി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉള്ളത്. അപ്പൊ ഇയാൾ ഈ വീട്ടിലേക്ക് കൊടുക്കുന്ന ചെലവിന് കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന. കാരണം ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എനിക്ക് പലതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു, ഓക്കെ ഇനിയിപ്പോൾ അധികം പൈസ ചെലവാക്കണ്ട, ഇപ്പൊ വീട്ടിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, തൽക്കാലം ഒരു ബണ്ണും ചായ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബണ്ണും ചായ ആ ചെലവ് നിൽക്കും. പക്ഷെ അതേപോലെ നമ്മൾ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണിന്റെ അടുത്ത് നീ ബണ്ണും ചായയും കുടിച്ച് ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല.
അത് ചെയ്യുന്ന ക്രൂരതയാണ്. ചിലപ്പോൾ പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കുഴപ്പമില്ല, എനിക്കും പണ്ടും ചായ മതിയെന്ന് പറയുമായിരിക്കും. പക്ഷേ അയാളുടെ പേഴ്സണൽ എക്സ്പെൻസിൽ വ്യത്യാസം വരുമെന്നുള്ള കാര്യം പല പാരന്റ്സും മനസ്സിലാക്കാറില്ല. അപ്പൊ തുടങ്ങും, അതാ കല്യാണം കഴിഞ്ഞിട്ട് അവനിപ്പോ ഭാര്യയുടെ കാര്യത്തിലാണ് ശ്രദ്ധ, അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, അതിനുവേണ്ടി കാശ് മാറ്റി വെക്കണം. പിന്നാലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെൺകോന്തൻ, അച്ചിക്കോന്തൻ, പാവാടമേ തൂങ്ങി നടക്കുന്നു, തലയണ മന്ത്രം പറഞ്ഞുവരുമ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നെന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് പോകുന്നത്. മാതാപിതാക്കളൊക്കെ ഇനി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചിന്താഗതിയിൽ മാറ്റം വരുത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞാൽ ആ ദിവസം തന്നെ മാറാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ ദിവസം തന്നെ മാറുന്നതാണ് നല്ലത്. ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ആൻഡ് ഈക്വൽ ക്ലോസ്നെസ് രണ്ട് വീട്ടുകാരോട്ടിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇതേവരെ ആ വീട്ടിൽ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല. കാരണം എന്തെങ്കിലും അവര് തമ്മിൽ സംസാരിക്കും, എന്നെ അതിലോട്ട് ഉൾപ്പെടുത്തത്തില്ല. ഞാൻ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയുള്ളൂ. എന്നെ ആ വീട്ടിൽ ഒരു അംഗമായിട്ട് ഇതേവരെ അവർ കണ്ടിട്ടില്ല. അത് വാഗൊണ്ട് അമ്മ പറയുകയും ചെയ്തു, നീ വന്നു കയറിയ പെണ്ണ്, നീ വന്നു കയറിയ വീട്. അപ്പോഴും ഞാൻ കളിയാക്കി പറയും, ഇത് അങ്ങനെ ഞാൻ വന്നു കയറിയത് എന്റെ വീടാണ്, ഞാൻ കളിയാക്കി പറയും. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞ സാഹചര്യം. ഒരു പെൺകുട്ടി സാധാരണഗതിയിൽ വിവാഹം കഴിക്കുമ്പോൾ സംഭവിക്കുന്ന ആ പെൺകുട്ടി അതുവരെ വളർന്ന സാഹചര്യത്തിൽ നിന്നും പുതിയൊരു സാഹചര്യത്തിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഈ പെൺകുട്ടിയാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ കംഫർട്ട് സോണിൽ നിന്നാണ് ഈ പെൺകുട്ടി മാറുന്നത്. അതിന്റെ പാരന്റ്സ് ഉണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു, അറിയുന്ന അയൽവക്കക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, അവരുടെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പറിച്ചു മാറ്റപ്പെടുകയാണ്, പുതിയൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെടുകയാണ്. അതേ നാട്ടിൻ പുറത്തൊക്കെ നടക്കുന്ന കല്യാണങ്ങൾ വളരെ വിരളമായിട്ട് നടക്കാറുള്ളൂ. പലപ്പോഴും മറ്റൊരു നാട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ സംസ്ഥാനത്തൊക്കെ ഇട്ടായിരിക്കും കെട്ടിച്ചു വിടുന്നത്. അവിടെ ചെന്ന് ഈ പെൺകുട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ഇത് പലരും മനസ്സിലാക്കാറില്ല. രണ്ടാമത് വരുന്ന ഒരു കാര്യം, തന്റെ വീട്ടിലൊരു ഇക്വിലിബ്രിയം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം. എപ്പോഴും അമ്മ, അച്ഛൻ, മക്കൾ, ആ ഒരു ഇക്വിലിബ്രിയം അമ്മയ്ക്കറിയാം. ഇതിലേക്ക് ഒരു പുതിയൊരാള് വരുമ്പോൾ ഈ ഇക്വിലിബ്രിയം, അതായത് ഈ ഒരു സമതുലിതാവസ്ഥ എന്നൊക്കെ മലയാളത്തിൽ പറയാം, ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. ഈ മാറ്റം വരുമ്പോൾ അമ്മ ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങും. അമ്മ ഈ ഡിസ്റ്റർബൻസ് അമ്മയുടെ ഭാഗത്തുള്ള ഒരു ഫ്രിക്ഷൻ ആയിട്ട് വെക്കും. മകൾ ഈ പുതിയ സിറ്റുവേഷനൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നതിൽ അവർക്കും ഒരു വിഷയമുണ്ട്. ഇത് രണ്ടും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ, അത് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അവനിപ്പോ 18 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിന്റെ വിവാഹം നീ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് സ്വന്തം വീടായിക്കോട്ടെ, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന വീടായിക്കോട്ടെ, പണയത്തിനെടുക്കുന്ന വീടായിക്കോട്ടെ, ഏതായാലും പ്രശ്നമില്ല. നിങ്ങൾ വിവാഹം കഴിച്ച് കയറി ചെല്ലേണ്ടത് ആ വീട്ടിലേക്കാണ്, നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള വീട്ടിലേക്ക്. അവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് അവർ ചെയ്തോളും. ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അവർ തന്നെ സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കോളും. പക്ഷെ ഇവിടെ വിഷയം അങ്ങനെയല്ല. ഇവിടെ ഒരു കുശുകുശുപ്പ് നടക്കും. പിന്നെ ഇവര് തമ്മിൽ അടിയായി, ഇടിയായി, വഴക്കായി, അവസാനം ഇതുപോലുള്ള അവസരങ്ങളിൽ കാര്യങ്ങൾ ചെന്ന് നിൽക്കും. അത് നിൽക്കാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ വിവാഹത്തിന് മുമ്പേ നിങ്ങളുടെ സെറ്റിൽമെന്റുകൾ റെഡിയാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്, അതിനു വേണ്ടിയുള്ള ആവശ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. തൊട്ടടുത്ത ദിവസം നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ഇതിൽ ജീവിക്കാൻ പോകുന്നത് ആ രീതിയിലേക്കാണ് ആ വീട്ടിലേക്ക് മാറാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം രണ്ടുപേരുടെയും മാതാപിതാക്കൾ അവിടെ നിന്നോട്ടെ, അവരൊന്ന് എല്ലാമായിട്ട് അഡ്ജസ്റ്റ് ആവുന്ന, സെറ്റിൽ ആവുന്നവരെ. അത് കഴിഞ്ഞ് രണ്ട് മാതാപിതാക്കൾ അവരൊരു വീട്ടിലേക്ക് പോവുക. ഈ പഴക്കുലയും പലഹാരം കൊണ്ട് അങ്ങോട്ട് ഓടുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുക, അലമാരിയും പൊക്കി കൊണ്ടുപോടുക, അലമാരിയും കൊണ്ട് ഇങ്ങോട്ട് ഓടുക. ഇതിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾക്ക് കല്യാണത്തിന് മുമ്പേ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അലമാരയോ വാർഡ്രോബോ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വിവാഹത്തിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷമുള്ള ഒരു കലാപരിപാടിയുടെ ആവശ്യമില്ല. എപ്പോഴും ആ ഒരേ കൺസിസ്റ്റൻസിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ കാര്യം ഒരുപക്ഷെ ഞാൻ അന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, വിവാഹത്തിന് മുമ്പേ സ്വന്തം വീടൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ ഒരു ഇനീഷ്യൽ കാലത്തുണ്ടായിരുന്ന ഫ്രിക്ഷൻ പോലും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ മകളായാലും മകനായാലും നിങ്ങളുടെ സ്വന്തം സെറ്റിൽമെന്റ് റെഡിയാക്കുക, എന്നിട്ട് വിവാഹം കഴിക്കുക. ഇവരോടല്ലാതെ ഞാൻ പുറത്തു പോയിട്ടില്ല ഇതുവരെ ഇവരുടെ കൂടെ അല്ലാതെ ഞാൻ ഈ വീട് വിട്ടവിടെ. നിങ്ങൾക്കറിയാം, ഹണിയമ്മ കൊണ്ട് പോലും അവനില്ലാതെ ഞാൻ ഒരു പേഴ്സണലായിട്ട് സ്ഥലത്തോട് പോയിട്ടില്ല. ഇല്ല, എന്റെ വീട്ടുകാരെ കണ്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ദേഷ്യവും. നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങനെ വീട്ടിൽ പോയി തിന്നിട്ട് പോലുമില്ല. എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ടുന്നതാണ്. അവരിവിടെ വന്നാൽ ചിലപ്പോൾ മോന്ത കാണിക്കും. ചില ദിവസം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോത്തേ മിണ്ടത്തിട്ട് എന്ത് ചെയ്തെന്നോട് ഞാൻ വീട്ടിൽ പോലും പോയി അങ്ങനെ നിന്നിട്ടില്ലേ. കുടുംബം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവർ എല്ലാവരെയും കാര്യങ്ങളും നോക്കി കൊടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ വിചാരിക്കില്ല ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. ഇതിന്റെ അപ്പുറം നാടകമായിട്ട് വരും എനിക്കറിയാം.
ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് വ്യാഖ്യാനിക്കും. അവരൊന്നിച്ച അവർ 3 പേര് ഒന്നിച്ച അവർ 3 പേര് ചേർന്ന് എന്ത് വേണമെങ്കിലും പറയും. എനിക്കറിയത്തില്ല. എൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. ഇതെനിക്ക് കണ്ടന്റ് ആക്കരുത്, എനിക്ക് എന്ന് ആക്കരുത്. അത്രയും സഹിച്ച് പോട്ടെ എന്ന് വിചാരിച്ചില്ല ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. എന്തായാലും ഈ വീഡിയോ നേരത്തെ റെക്കോർഡ് വെച്ച നേരത്തിന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞോന്ന് അറിയില്ല, ലിങ്കും കൂടെ പോയി. എനിക്ക് ചില സസ്പീഷൻ ഉണ്ട് കേട്ടോ ഈ സീക്വൻസ് ഓഫ് വീഡിയോയുടെ കാര്യത്തിൽ. ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ്, അതേപോലെ തന്നെ ഒരു വൈവാഹിക ജീവിതത്തിൽ വരാവുന്ന സ്വാഭാവികമായ ചില കോമൺ പ്രശ്നങ്ങൾ, അതിനെങ്ങനെ നമ്മൾ നേരിടുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഞാൻ സംശയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സീക്വൻസ്, ഈ സംഭവങ്ങളുടെ സീക്വൻഷ്യൽ കൾമിനേഷൻ എന്ന് ടൈഗർ എന്ന സിനിമയിൽ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഈ സംഭവങ്ങളെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് അത് എത്തിച്ചേർക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഒരു ശ്രമം നടക്കുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ എനിക്കതിനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു വാലിഡിറ്റി ഇല്ല. ഇതിന്റെ ഒരു തോന്നൽ മാത്രമാണ്, ഒബ്സർവേഷൻ ആണ്. അത് ശരിയാവില്ലെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും ഞാൻ പറയുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ സ്ട്രെസ് ചെയ്യാത്തത് എനിക്കതിനെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യത്തോടെ പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ മനസ്സിലൊരു തോന്നൽ, അതവിടെ കിടക്കട്ടെ. ഈ ഭാഗം ഞാൻ പ്ലേ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. പല ആളുകളുടെയും വിചാരം ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ അവരുടെ ജീവിതമാണ് നിങ്ങളെ കാണിക്കുന്നത്, അതാണ് ജീവിതം എന്നാണ്. അവരുടെയൊക്കെ വിചാരം ഇതാണ് അവരുടെ ജീവിതം, ഇങ്ങനെയാണ് അവരുടെ ജീവിതം. പക്ഷെ ഇതിൽ എന്താ മനസ്സിലാക്കുന്നത്, കുറെ കാലമായിട്ട് ഇവർ അടക്കി വെച്ചിരിക്കുന്ന പ്രശ്നം, ആ പെണ്ണിന് വന്ന ദിവസം തുടങ്ങി ആ പെണ്ണ് അവിടെ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ നമ്മളെന്താ മനസ്സിലാക്കിയത്, അടിപൊളി മരുമകൾ, അടിപൊളി അമ്മായിയമ്മ, അടിപൊളി ഇൻലോസ്, അത് അവര് ഭയങ്കര സിംഗിൽ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇപ്പോൾ ഇവർ വെളിവാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാണുന്ന സന്തോഷം ആ വീഡിയോയിൽ മാത്രമേ, അതിന്റെ പിന്നിൽ പുകയുന്ന ചില സംഭവങ്ങളുണ്ട്. ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ പറയും ഞങ്ങളുടെ ഇതൊരു ഓപ്പൺ ബുക്കാണെന്ന്. ശരിയാണ്, ഇറ്റ്സ് ആൻ ഓപ്പൺ ബുക്ക് വിത്ത് എ കണ്ടീഷൻ, ഓപ്പൺ ബുക്ക് വിത്ത് സിലക്റ്റഡ് ചാപ്റ്റേഴ്സ്. ഒരു തുറന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും നിങ്ങൾ തിരഞ്ഞെടുത്ത ചാപ്റ്റർ മാത്രമാണ് ബാക്കിയുള്ള ആളുകൾ കാണുന്നത്. പ്രേക്ഷകരുടെ വിചാരം ഈ ചാപ്റ്റർ മാത്രമാണ് അവരുടെ ജീവിതങ്ങൾ. അല്ല, അവര് കാണിക്കാത്ത അധ്യായങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പുറത്തു വരുന്നു. ഇത് പുറത്തു വന്നതിന്റെ പിന്നിൽ എനിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കത് പറഞ്ഞു പോകുന്നത്. എന്തായാലും ഈ കാണുന്നതല്ല ജീവിതം എന്ന് ഇനിയെങ്കിലും ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ഇത് ആ ഫാമിലി കണ്ടില്ലേ, ആ ഫാമിലി ജീവിക്കുന്ന സന്തോഷത്തോടെ ട്രിപ്പ് പോകുന്നു, മറ്റേതാണ് മറിച്ചതാണ്. അവരുടെയും ഫാമിലിയിൽ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അവിടെയുള്ളത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് സ്വയം നീറുക. മറ്റുള്ള ഇൻസ്റ്റാഗ്രാമിൽ എന്താ നടക്കുന്നത്, ഇയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നത്, അയാളുടെ സോഷ്യൽ മീഡിയ എന്താ നടക്കുന്നത്, അതുപോലെ സംഭവം നമ്മളതിനകത്തില്ലല്ലോ. ഇതൊക്കെ നോക്കിയിരുന്ന് ഉരുകുന്നവരോടാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യമുണ്ട്, സന്താപമുള്ള കാര്യമുണ്ട്, ദുഃഖമുള്ള കാര്യമുണ്ട്. പുകയുന്ന കാര്യങ്ങൾ പുറത്തറിയിക്കുന്നില്ല. നിങ്ങൾ കാണുന്നത് സിലക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട അധ്യായങ്ങളാണ് കാണുന്നത്. മറച്ചു വെക്കപ്പെട്ട അധ്യായങ്ങൾ നിങ്ങളെ കാണിക്കുകയില്ല. വല്ലപ്പോഴും ഇങ്ങനെ പുകഞ്ഞു വന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നു, അത്രയേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമന്റ് ആളുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. അത് ഇവരുടെ ഒരു കസിൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഇട്ട ഒരു കമന്റ് ആണ്. ആ കമന്റ് കൂടെ നമ്മൾക്കൊന്ന് നോക്കാം. കാരണം നമ്മളെല്ലാം വിചാരിക്കും എവറിത്തിങ് ഈസ് ഗുഡ്, മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു കമന്റ്. അതുകൊണ്ടാണ് അതുകൂടെ റിയാക്ഷൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് കീർത്തന രവീന്ദ്രൻ എന്ന പെൺകുട്ടിയുമായി നടത്തിയ ഇന്റർവ്യൂ. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഇവരുടെ ആ ഒരു റേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കൂടെ മുൻപ് വീഡിയോ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ കീർത്തന രവീന്ദ്രൻ എന്നാണ്. അവരുടെ ഇന്റർവ്യൂവിനിടയിൽ ഒരു കമന്റ് വന്നിരുന്നു. മധുപാൽ കൃഷ്ണ എന്ന അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് വന്നിരിക്കുന്നത്. അതൊരു പെൺകുട്ടിയാണെന്നാണ് ആ DP-യിൽ നിന്നും തുടർന്ന് വരുന്ന സംസാരം എന്നൊക്കെ മനസ്സിലാവുന്നത്. ആ പെൺകുട്ടി പറയുന്ന കമന്റ് ഇവിടെ ഒന്ന് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത്. പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസ് ആണ്. എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ. പക്ഷെ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു. നിയമസഹായം ഉള്ളത് കൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്കൊരു തോന്നാവുന്ന കൺഫ്യൂഷൻ ഇതാണ്, അവരെ ഡീഫെയിം ചെയ്യുന്നതിന് വേണ്ടി ആരോ കൊണ്ടുവന്നിട്ട കമന്റ് ആണെന്നാണ്. ആ രീതിയിലാണ് ഞാനും ഇത് ആദ്യം വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീട് ആ കമന്റിന് വന്നിരിക്കുന്ന റിപ്ലൈസും അതിന് വേണ്ടി കൊടുക്കുന്ന മറുപടിയും കാണുമ്പോൾ ഇതിലെന്തൊക്കെ പുകഞ്ഞു നാറുന്നുണ്ട്. ആ പുകഞ്ഞു നാറിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ഇവരുടെ ഫാമിലിയുടെ പുറത്തു വരുന്നതെന്ന് മനസ്സിലാവുന്നു. നമ്മൾക്ക് ആ മറുപടികൾ കൂടി ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഹാപ്പൻഡ്, എന്താ പറ്റിയത്, എന്താണ് കാരണം?
പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായിട്ട് പറയണം. അല്ലാതെ ഒരു കുടുംബത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവിടെയും ഇവിടെയും മാത്രം പറഞ്ഞിട്ട് പോകരുത്, മുഴുവനും പറയണം, അല്ലെങ്കിൽ പറയാൻ പോകരുത്. ഇതാണ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. അല്ലെങ്കിൽ ആർക്കെല്ലാം അത് തോന്നുള്ളൂ, കുറച്ച് മാത്രം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് വിചാരിക്കുകയുള്ളൂ. അതേ കാര്യങ്ങൾ തന്നെ മറ്റു ചിലരും സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കള്ളമായിരിക്കും, അസൂയാകും, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമോ, റീസൺ പറയൂ, അല്ലാതെ ഇങ്ങനെ വിശ്വസിക്കും. ഇങ്ങനെ വന്ന് കമന്റ് ഇടാൻ ആർക്കും പറ്റും, ആരെയും തെറ്റിദ്ധരിപ്പിക്കാനും. ഞാൻ അവരുടെ ഫാനൊന്നുമല്ല. വല്ലതും പറയാനുണ്ടെങ്കിൽ നേരെ പറയണം. അതിനുശേഷം ഇവരതിന് റിപ്ലൈ ചെയ്തു. ആ വിഷയത്തിലേക്ക് പറയാം, എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക, ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആവും. ചടയമംഗലത്താണല്ലോ ഈ സഹോദരൻ താമസിക്കുന്നത്. ഇവരുടെ അച്ഛൻ പ്രദീപിന് ഇന്നൊരു സഹോദരൻ മാത്രമല്ല, ഒരു സഹോദരിയുണ്ട്. അതാണ് എൻ്റെ അമ്മ. അതായത് ഇവർ തമ്മിലൊരു കസിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അമ്മയുടെ സഹോദരന്റെ മക്കളാണ് ഈ 2 ജ്യേഷ്ഠാനുജന്മാരും. എൻ്റെ പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആണ്. ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആയിരുന്നു, ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും. അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായിപ്പോയി. ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ 2 ആങ്ങളമാരും ആ വീട് വിട്ടു. ഇതൊന്നും അവരുടെ തെറ്റല്ല. പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിയിലേക്ക് അപ്രതീക്ഷിതമായി ഒരു രാത്രി എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്തു നിന്നും പിരിക്കുന്നു. ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം പെട്ടെന്ന് ചേട്ടനെ ഞങ്ങളുടെ അടുത്തുനിന്ന് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിന്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ. ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട കാര്യമില്ല. ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയും എന്ന കാര്യമാണ്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറെ പേര് കാണുന്നതാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടല്ല ഞാനിതിൽ പറയുന്നത്. എന്തെങ്കിലും ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും, പിന്നെ അവർ സ്റ്റാർ ആയാലും എന്തായാലും. ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചവരുണ്ടായിരുന്നു. ഒരു കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി. രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്തു. അതാണ് പറഞ്ഞത്, നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന്. ഈ ഒരു റെഫറൻസ് ആണ് കുറെ കൂടി വിശ്വസനീയം ഇവിടുന്ന് തോന്നാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം ഒരു പോലീസ് കേസൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് റെക്കോർഡിക്കലായ ഒരു സംഭവമാണ്, അത് അവിടെയുണ്ട്. അപ്പൊ ഒരാൾ വെറുതെ വന്നത് കള്ളം പറയേണ്ട കാര്യമില്ല. ചടയമംഗലം ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണോ വരുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ റെക്കോർഡുകൾ ഉണ്ടാവും. അതിന് പിന്നീടും ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ തുടർന്ന് ഇറ്റ് ഓൾസോ പ്രൂവ് റിയൽ മുകളുടെ റിയൽ ഫേസ് അറിയാൻ നാട്ടുകാർക്ക്. അവർ കൊടുത്ത മറുപടിയാണ്. അപ്പൊ അവരോട് ചോദിക്കുന്നു, എടാ നീ എങ്ങനെ പറയുവാണെങ്കിൽ എനിക്കറിയില്ല, ബട്ട് എന്തെങ്കിലും കാണും, അതല്ല ഒരാൾ വന്ന് ഇങ്ങനെ കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിനവര് മറുപടി പറയുന്നു, എടോ ഈ പറയുന്നത് ഈ പ്രവീണിന്റെ അച്ഛന്റെ സ്വന്തം സഹോദരിയുടെ മോൾ തന്നെയാണ്. അവരത് ഉറപ്പിച്ചു പറയാണ് ആ കാര്യം. സത്യം എന്താ, റീലൊന്നും റിയൽ അല്ല. അത് ഓൾറെഡി നമുക്ക് പ്രൂവ് ചെയ്ത് തന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പിന്നീട് ഇവരുടെ മറ്റൊരു മറുപടിയാണ്, കബളിപ്പിച്ച് ജീവിക്കണം, ഇവരെ കുറിച്ച് വീണ്ടും ഇല്ലാത്തത് പറയേണ്ട കാര്യം എനിക്കില്ല. വീഡിയോ ഇടയ്ക്കിടെ വരുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നല്ലോ, അതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ. 7 മാസമായി മരിച്ചിട്ട് ഇന്നേ വരെ അവർ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ? കാശ്മീർ ട്രിപ്പിന് ഇടയ്ക്കായിരുന്നു അപ്പൂപ്പൻ മരിച്ചത്. ഒരു മനുഷ്യന്റെ ലൈഫ് കാണിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം വീഡിയോ ഇറക്കിയിട്ട് കാര്യമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഫാമിലി വ്ളോഗറുടെ ജീവിതം എന്ന് പറയുന്നത് ഓപ്പൺ ബുക്കാണ്, ബട്ട് സിലക്റ്റഡ് ചാപ്റ്റേഴ്സ്. അവരാവശ്യമുള്ളത് മാത്രമേ നിങ്ങളെ കാണിച്ചു തരികയുള്ളൂ. അപ്പൊ ഇവരുടെ അപ്പൂപ്പനാണെന്ന് പറയുന്നിടത്ത് കുറെ കൂടി ഇതിനകത്ത് ഒരു ഒറിജിനാലിറ്റി വരുന്നുണ്ട്. അപ്പൂപ്പൻ മരിച്ച കാര്യം ഇവർ വ്ളോഗിൽ പറഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇവരുടെ വ്ളോഗിലേക്ക് ഒരു ട്രേസ് ഇല്ല. ഞാൻ ഇതുവരെ കാണാത്തൊരു വ്ളോഗാണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അയ്യോ അപ്പൂപ്പന് മരിച്ചോ, ഇപ്പൊ അവരുടെ അച്ഛന്റെ അനിയനെയും വ്ളോഗിൽ കാണാറില്ലല്ലോ എന്നുള്ള ചോദ്യം അതെന്താണെന്ന് എനിക്കറിയില്ല. 7 മാസമായി മരിച്ചിട്ട്. അപ്പൊ ഇത് കമന്റ് ഇടുന്ന 2 മാസം മുന്നെയാണ്. ഇപ്പൊ 9 മാസമായിട്ടുണ്ടാവും അപ്പൂപ്പൻ മരിച്ചിട്ട്. എടാ ഒരു ഡൗട്ട്, അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു കണക്ഷനും ഇല്ലേ? പ്രവീണിന്റെ മാരേജ് ഒന്നും പോയില്ലേ നിങ്ങൾ? മറുപടി പറയുന്നത് കണക്ഷൻ ഒന്നുമില്ല. വീടാക്രമിച്ചതിനും വധശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പെങ്ങൾ ഉള്ളത് അവർ പറയാറില്ല, പിന്നെ അല്ലേ കല്യാണം. അപ്പൊ ഇത് ഓൾറെഡി കേസ് എടുത്തിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ കമന്റ് ഡിസ്കസ് ചെയ്യാൻ വന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളല്ല ഇവരുടെ ലൈഫിലുള്ളത്. പുറമെ ഇവര് കാണിക്കുന്നതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പുറം പൂച്ച മാത്രമാണ്. സത്യത്തിൽ മറ്റൊരു സീരിയലാണ് ഇവരുടെ ജീവിതം. സീരിയലിന് നമ്മൾക്കറിയാം ഈ കഥയും കഥാപാത്രങ്ങളും ഒക്കെ സാങ്കല്പികമാണെന്ന്. പക്ഷെ ഇവിടെ റിയൽ കഥാപാത്രങ്ങളുടെ നമ്മുടെ മുന്നിലുള്ളത്. കഥാപാത്രങ്ങൾ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, റിയൽ കഥാപാത്രങ്ങൾ. ഒരു റിയാലിറ്റി സീരിയലാണ് ഫാമിലി വ്ളോഗേഴ്സിന്റെ ജീവിതം.
അവര് പലതും നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് പലതും മറച്ചു വെച്ചിട്ടാണ്. ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ ബാക്കിൽ നടക്കുന്നു. നമ്മൾ എന്ത് സുന്ദരമായ ഫാമിലി എന്ന് പറയുമ്പോഴും ഇത്തരം പുകയുന്ന കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി ഈ വിഷയത്തിൽ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടി ഈ വിഷയത്തിന്റെ പ്രേക്ഷകർ എടുക്കണം. ഡൊമസ്റ്റിക് വയലൻസ് തീർച്ചയായും അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. വിവാഹത്തിന് ശേഷം വരുന്ന വേർതിരിവ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആ വേർതിരിവിന് പെടാതെ നിന്നുകൊടുക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ കല്യാണം കഴിക്കാൻ പോകുന്നവർ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഫാമിലി വ്ലോഗ്സ് കാണുന്ന ആൾക്കാരോട് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, അതൊരു ഓപ്പൺ ബുക്കാണെന്ന് നിങ്ങളോട് പറയുമ്പോഴും അവർ സിലക്ട് ചെയ്തു വെക്കുന്ന ചാപ്റ്റർ മാത്രം വായിക്കുന്നവരാണ് നമ്മൾ അറിയാത്ത കഥകൾ പലതുണ്ടാകും. ചിലപ്പോൾ ഇനിയും ഇതിന് പിന്നാലെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.